ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ റീഡിംഗ് നോക്കാം. ഇന്നലത്തെ റീഡിങ്ങിലും ഹാങ്ഡ് മാൻ എന്ന കാർഡ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനായി വന്നിട്ടുണ്ടായിരുന്നു. ഇന്നും ഈ സെയിം കാർഡ് തന്നെയാണ് സിറ്റുവേഷനായി വന്നത്. നിങ്ങളുടെ പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസ്, പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്താരീതി തന്നെയാണ്. അതായത് മാറ്റങ്ങൾക്കെതിരെ നിങ്ങൾ മുഖം തിരിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ വരുന്ന പല നല്ല കാര്യങ്ങളെയും അംഗീകരിക്കുവാൻ നിങ്ങൾ ഇപ്പോഴും തയ്യാറല്ല. ഏതു മുറിവും മാറ്റാനുള്ള കഴിവ് കാലത്തിനുണ്ട്, പക്ഷേ അതിന് നിങ്ങളും സഹകരിക്കണം. പിന്നെയും പഴയ കാര്യങ്ങൾ അഥവാ പഴയ കഥകൾ മാത്രം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പുതിയ അവസരങ്ങൾ വരുന്നതും പോകുന്നതുമൊന്നും നിങ്ങൾ വിലവെക്കുന്നില്ല. സിറ്റുവേഷൻസ് വരും പോകും. പഴയ പല്ലവി ആവർത്തിച്ചിരിക്കാതെ അവനവൻ്റെ നല്ല ഭാവിയെക്കുറിച്ച് ആലോചിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട സമയത്ത് പരാതിയും പരിഭവവും പറഞ്ഞിരുന്നാൽ വർഷങ്ങൾ കടന്നു പോകും. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ അപ്പോഴും ഉണ്ടാകും, പ്രത്യേകിച്ച് ഒരു പുരോഗതിയും ഇല്ലാതെ. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പല സാഹചര്യങ്ങളും വ്യക്തികളും നിങ്ങൾക്ക് കുറേ ലെസൺസ് അഥവാ പാഠങ്ങൾ നൽകുവാൻ വേണ്ടി വരുന്നതാണ്. നിങ്ങളുടെ കോർ എനർജിയുമായി കണക്ട് ചെയ്യുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി വരുന്നതാണിവർ. നിങ്ങൾക്ക് ചിലപ്പോൾ അവരോട് ശത്രുത തോന്നിയേക്കാം, പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവർ നിങ്ങളെ കുറച്ചുകൂടി ബോൾഡാക്കുകയോ നിങ്ങൾക്ക് കുറച്ചുകൂടി ജീവിതത്തിൽ കരുതൽ വേണമെന്ന് പഠിപ്പിക്കുകയോ എന്തു വന്നാലും നേരിടാൻ വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കിയില്ലേ? കുറച്ചുകൂടി മികച്ച ഒരു ജീവിതം വേണമെങ്കിൽ നിങ്ങൾ സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്ത് ഒരു ട്രാൻസ്ഫോർമേഷന് തയ്യാറാവണം. ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. നന്നാവാനും മാറ്റി ചിന്തിക്കാനും അവസരങ്ങൾ വരുമ്പോൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതും നിങ്ങളാണ്. അത് നിങ്ങൾ തന്നെ ചെയ്യണം. ഇത് ചെയ്യാത്ത പക്ഷം നിങ്ങൾ ഇതേ സിറ്റുവേഷനിൽ തന്നെ ഇരുന്നു പോകും. സോ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക. പോസിറ്റീവായി ഇരുന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക. താങ്ക് യു ഡിയേഴ്സ്.